കരാട്ടയും ഫൈറ്റിങ്ങും ഡൈവിങ്ങും ഫിസിക്കൽ എക്സസൈസും ഒക്കെ ചെയ്യുന്ന സാക്ഷാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തലയ്ക്കടിച്ച് അവശനാക്കി എന്ന് പറയപ്പെടുന്ന അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ട ആ ഇരയായ മനുഷ്യൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ആ വാർത്ത വന്നത് മുതൽ ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. സാധാരണ അതിനൊക്കെ അങ്ങനെ തയ്യാറാകണമെങ്കിൽ ആ തയ്യാറാകുന്ന MP എന്നൊക്കെ പറയുന്നത് ഒരു റേഞ്ചുള്ളവരേ ആകുള്ളൂ. കാരണം സാധാരണക്കാരായ ആളുകളോട് അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയും അതിനൊന്നും വഴങ്ങില്ല. അതൊന്നും ആവശ്യമില്ല, എനിക്കതിന് പറ്റില്ല എന്ന് പറയും. എന്നാൽ അതിന് പ്രതിയായ ആളെന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ പറയുമല്ലോ, എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ പാർലമെൻറ്റിലേക്കൊക്കെ എത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളും ചില സംഗതികളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെത്തിയപ്പോൾ അതൊക്കെ വല്ലാണ്ടായിപ്പോയി. ഏതായാലും ആ ഇരയായ മനുഷ്യൻ്റെ പേരാണ് പ്രതാപ് ചന്ദ്ര സാരംഗി. ഈ പേര് അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അധികം കേട്ടിട്ടില്ല. ഈ പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ആളിൻ്റെ ഈ അപകടം പറ്റിയ വിവിധ സമയങ്ങളിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ പടം, 12 മണിക്ക്, പിന്നെ 2 മണിക്ക്, പിന്നെ 4 മണിയായപ്പോഴേക്കും തലയിൽ മുഴുവൻ കെട്ടൊക്കെ കെട്ടി. നമ്മൾ സാധാരണ ചില നാട്ടിൻപുറത്തെ ആളുകളൊക്കെ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ പള്ളിയിൽ പോകാനായി കെട്ടുന്നത് പോലെ കെട്ടൊക്കെ കെട്ടി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം പുറത്തു വരികയുണ്ടായി. അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള MP ആണ്. ഒഡീഷയിൽ നിന്നുള്ള MP എന്ന് മാത്രമല്ല, ഒഡീഷയിൽ നിന്ന് ഈ MP ആയ ഈ പ്രതാപചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. അത് നിർബന്ധമായും കാസ പ്രചരിപ്പിക്കേണ്ടതാണ്. കാരണം കാസ ഒരുപാട് പണി ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇടിച്ചവശനാക്കിയ സാക്ഷാൽ പ്രതാപചന്ദ്ര സാരംഗി എന്ന് പറയുന്ന മനുഷ്യൻ ആരാന്നറിയോ? അന്നൊക്കെ നമുക്ക് 10-14 വർഷങ്ങൾക്കപ്പുറമുള്ള സംഭവമായതുകൊണ്ടും സാമൂഹ്യ മാധ്യമമൊക്കെ ഇങ്ങനെ തുടങ്ങി വരികയോ അല്ലെങ്കിൽ അത്രമേൽ പ്രചാരം നേടാത്തത് കൊണ്ടുമാണ് ഈ പ്രതാപചന്ദ്ര സാരംഗിയെ നമുക്കറിയാത്തത്. എന്ന് മാത്രമല്ല, മറവിയും ഈ രാഷ്ട്രീയ തിമിരവും ഒക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണല്ലോ. ഇദ്ദേഹമാണ് സാക്ഷാൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 പളുങ്കുപാത്രങ്ങൾ പോലെയുള്ള കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചു കൊന്ന ബജ്റംഗികൾക്ക് ചൂട്ട് കത്തിച്ചു കൊടുത്ത മഹാനായ മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. 1999 ജനുവരിയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു മക്കളെയും പളുങ്കുപാത്രം പോലെയുള്ള മക്കളെയും ചുട്ടരിച്ചു കൊന്ന ബജ്റംഗി സംഘ് തീവ്രവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും ചൂട്ട് കത്തിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനാണ് ഈ പ്രതാപചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ആൾ. ഈ കേസിൽ ദാരാസിംഗ് എന്ന് പറയുന്ന ആളിനെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ 2003 ഒഡീഷ ഹൈക്കോടതി 11 പേരെയും വെറുതെ വിട്ടു. അന്ന് ദാരാസിംഗിനെ കേസിൽ പ്രതിയാക്കിയതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തി ഒക്കെ ചെയ്ത സമയത്ത് ബജ്റംഗദളിൻ്റെ ഒഡീഷയിലെ മഹാനേതാവായിരുന്നു ഈ പ്രതാപ് ചന്ദ് സാരംഗി. ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ വിദ്വേഷ പ്രചരണവും അതോടൊപ്പം തന്നെ കൊലവിളിയുമൊക്കെ നടത്തിയതിനുള്ള ക്രിമിനൽ കേസ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2002 ഒഡീഷയിലെ നിയമസഭയിലേക്ക് ഇരച്ചു കയറി ജയ് ശ്രീരാം വിളിക്കുകയും വസ്തുക്കൾ തല്ലിത്തകർക്കുകയും ചെയ്തതിന് ഇയാൾക്കും കുറേ പേർക്കുമെതിരെ ഇപ്പോഴും ക്രിമിനൽ കേസൊക്കെ നിലവിലുള്ള ഒരു വലിയ മനുഷ്യനാണ് ഈ പ്രതാപചന്ദ്ര സാരംഗി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അടിയേറ്റ് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലൂടെ അവശനായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ രാഹുൽ ഗാന്ധി ആക്രമിച്ചിട്ടും ഒരു MP അടിച്ച് തകർത്തിട്ടും കാസ ഈ ക്രിസ്തുമസ് നാളുകളുമായി ആ അനീതിക്കെതിരെ ഒരു പോസ്റ്റും ഇടുന്നില്ല എന്ന് കാണുന്നതിൽ വലിയ ദുഃഖമുണ്ട്. ഏതായാലും പ്രതാപചന്ദ്ര സംഘി എന്ന് പറയുന്ന ഈ മനുഷ്യൻ എല്ലാ സുഖമായി ഭേദമായി ആരോഗ്യത്തോടെ വീണ്ടും ഒഡീഷയിൽ സമാനമായ സേവന പ്രവർത്തനങ്ങളിൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.